എന്ത് തെറ്റാ മറുപടി പറയണം. എന്താ സംശയം? കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പ്രതിഷേധിക്കാൻ പോകണം. ഒരു സംശയം ഉടനെ ഉണ്ടാവും. നോക്കട്ടെ, അറിയാമല്ലോ. എന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും തന്നെ. കാരണം ജഡ്ജിമാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അദ്ദേഹം നിരപരാധിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവരെ ഇറങ്ങിയിട്ടില്ല, നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു പ്രതികരണമാണിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതീക്ഷയാണുള്ളത്. MLA-ക്ക് ജാമ്യം ലഭ്യമാകും. MLA ആണ്, സാമാജികൻ എന്ന ഒരു പരിഗണന കൂടി അദ്ദേഹത്തിന് ലഭ്യമാകും. തിടുക്കപ്പെട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടിൽ നിന്ന് മുങ്ങാനുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പം തീർച്ചയായും അവർ അദ്ദേഹത്തിനെതിരെ വലിയ കരിക്കലാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണിത്. ഇതിലൊന്നും നമ്മൾ അടിപതറില്ല, നമ്മളൊരിക്കലും പിന്നോട്ട് പോകില്ല. ശക്തമായ സമരം വരും ദിവസങ്ങളിലുണ്ടാവും. പ്രവർത്തകർ DFO ഓഫീസ് ആക്രമിച്ച് അകത്തേക്ക് കയറുന്നത് ഒരിക്കലും PV അൻവർ MLA പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തോ പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇല്ല. ഈ പ്രശ്നമുണ്ടാവും. അദ്ദേഹം അവിടെ ഇല്ല, ഞാനുണ്ടായില്ല. ഞങ്ങൾ MLA-യുടെ നേതൃത്വത്തിലായിരുന്നല്ലോ DFO ഓഫീസിന് മുൻപിൽ ഇല്ല. അദ്ദേഹം അതിന് ശേഷമാണ് വന്നത്. അപ്പൊ ഇവര് ആക്രമിക്കും എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ല. അദ്ദേഹത്തിന് അറിയാം. പ്രതിഷേധം നടത്തിയിരുന്നു, മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ ഈ ഓഫീസ് തകർത്ത് അകത്തേക്ക് കയറുന്നത്. അങ്ങനെയായിരുന്നു? ഒരിക്കലുമില്ല. ആ സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ വിഷ്വൽസ് നോക്കിക്കോളൂ, നിങ്ങൾ വീഡിയോ എല്ലാം നോക്കിക്കോളൂ. അദ്ദേഹം സമയത്തില്ല. He was not there at that time. എന്ത് സംശയം? പ്രതികാര നടപടി തന്നെയല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇത് ഭരണകൂട ഭീകരത തന്നെയാണ്. അദ്ദേഹം നിരപരാധിയാണ്. അതെ. ഇനി ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. അദ്ദേഹത്തിന്റെ അറിവോടെയല്ല ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നതാണ് അടിച്ചു തകർത്ത്. അൻവറിന്റെ ഒരു അറിവോടുകൂടെ അല്ല. ഇത് വികാരമായൊരു ജനങ്ങളല്ലേ, പ്രവർത്തകർ വലിയ വികാരമാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ ഒരു ആദിവാസി യുവാവിന്റെ ജീവന് വിലയില്ലേ?